എല്ലാ എന്താ അമ്മ ഇങ്ങനെ ഇരിക്കുന്നത്? എന്ത് വേണ്ടി മോനെ, അല്ലാതെ ഒരു വിഷമത്തിലായി. എല്ലായിടത്തും ദുഃഖം തന്നെ. ആ ദുഃഖം നിങ്ങൾ പറയാറാ എന്നോട്. നിങ്ങളുടെ വിഷമം ഞാൻ റെഡിയാക്കി തരാം. പറയ്. ഒന്ന് പറയേണ്ടത്, ഞാൻ ഒരു ലോൺ എടുത്തിന്, അതിൻ്റെ ഒരു വിഷമത്തിലാണ് ഞാൻ. ആ ലോൺ എടുത്തതിനെ കൊണ്ട് കഴിയുന്നില്ലേ? ലോൺ എടുത്തിട്ട് കടം വീട്ടാൻ ഒരു രക്ഷയില്ല. അല്ല, നിങ്ങൾക്ക് മക്കളൊന്നുമില്ലേ ഇപ്പം? നിങ്ങൾക്ക് ഇങ്ങനെ വിഷമിച്ചിരിക്കാൻ? നിങ്ങളെ വിഷമം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറയണം. ഞാൻ നിങ്ങളെ വേണമെങ്കിൽ സഹായിക്കാം. മക്കളെല്ലാം പാടും കൊണ്ട് പോയില്ലേ, അപ്പോൾ കടവും കൊണ്ട് ഞാൻ. അപ്പോൾ നിങ്ങൾ ചാവേ വേണ്ട. നിങ്ങൾ എൻ്റെ ഒരു അമ്മേരെ മാതിരിയാണ്. എൻ്റെ ഭൂമിയെങ്കിലും ഞാൻ വിറ്റിട്ട് നിങ്ങൾ ആ കടം തീർക്കാൻ ഞാൻ തയ്യാറാണ്. അതുകൊണ്ട് റെഡിയായിട്ട് നിങ്ങൾ നിന്നോ, ഞാൻ തരാം. തയ്യാറ്. ഇതാ നിങ്ങളെ വേങ്കിലെ ചൊറയെല്ലാം തീർത്ത് റെഡിയായിട്ടെല്ലാം നന്നായിട്ട് കേട്ടു. എന്നാ തീർത്തിട്ട് നിങ്ങൾ എപ്പോഴും ചാവുകയും ചെയ്യണ്ട. ഇനി ആയിക്കോട്ടെ, നിങ്ങൾ ഇനി വരുമ്പോൾ നല്ല ഉഷാറായിട്ട് ആയിരിക്കണം. ആയിക്കോട്ടെ കേട്ടോ? ആ ശരി. നന്നായി മോനെ, ഈ ഉപകാരം എന്നെ ഒരിക്കലും ഞാൻ മറക്കില്ല. അമ്മേ, നമുക്ക് ഇപ്പം സമാധാനമല്ലേ? ഞാനും വന്നു. ഇപ്പം സമാധാനമല്ലേ? ഇപ്പം സമാധാനമായി മോളെ. എനിക്ക് കടയെല്ലാം തീർന്നു, അതന്നെ. രക്ഷപ്പെട്ടില്ലേ ഇപ്പം? ഓ, എല്ലാ ആശ്വാസം. അമ്മ ഇങ്ങനെ സന്തോഷമായിട്ട് ഇരിക്കണം, അതാണ് നമ്മളെ ആവശ്യവും. അപ്പം ഇങ്ങനെ തന്നെ ഉണ്ടാവണം. അത് ഞാൻ രക്ഷപ്പെട്ടില്ല, ഇപ്പം സന്തോഷമായി എനിക്ക്. സന്തോഷമായല്ല, ഇവരെ ഞാനല്ലേ. അമ്മയല്ലേ? ഞാനാണ്. അമ്മേനല്ലേ ഇയാള് ചോദിക്കുന്നത്? ഇതാരാന്നമ്മേ? എനിക്കറിയില്ലല്ലോ ഇവരാ. ഏട്ടൻ ആരാന്നേട്ടാ? ഞാൻ അമ്മയായിട്ട് ഒരു ചെറിയൊരു ബന്ധമുണ്ട്. അതുകൊണ്ട് അമ്മേനെ കാണാൻ വിചാരിച്ച് വന്നതാണ് അത്. ഓ അതെയാ? അതുകൊണ്ട് അമ്മേൻ്റെ അടുത്ത് വന്നിന്. അത് ശരി. എന്നാന്നമ്മേ? അമ്മയൊന്നും മിണ്ടുന്നാണെന്നില്ല. എല്ലാം ഇപ്പം നിങ്ങൾക്ക് എന്നെ ഓർമ്മയില്ലേ? ഇപ്പം തീരെ ഓർമ്മയില്ല. നിങ്ങൾ ചാവാൻ പോകുന്നെന്ന് പറഞ്ഞിട്ട് ആ ഇല്ല സമയത്തല്ലേ ഞാൻ എൻ്റെ പറമ്പ് വിറ്റിട്ട് നിങ്ങളെ സഹായിച്ചത്? ഒരു ഓർമ്മയില്ല അല്ലേ നിങ്ങൾക്ക്? ആ സമയത്ത് തന്നെ ആരെല്ലോ സഹായിച്ചിട്ടുണ്ട്. പക്ഷെ നിന്നെ മാത്രം അങ്ങനെ ഒരു ഓർമ്മ വെക്കേണ്ട ഒരു സഹായം ചെയ്തത് ആരാന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നിന്നെ പിടി കിട്ടിയിട്ടില്ലല്ലോ. ഇനി ആരാന്ന്? എന്നാന്ന് കേട്ടാ അമ്മേനെ സഹായിച്ചിന്? എനിക്കറിയാഞ്ഞിട്ടാന്ന് ഞാൻ ചോദിച്ചതേ. പറയട്ടെ, നിങ്ങൾക്കത് അറിയാനിട്ടാണ് ഞാൻ അമ്മേനെ കുറച്ച് സ്ഥലമെല്ലാം വിറ്റിട്ട് അമ്മേൻ്റെ ആ ആത്മഹത്യ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് ആ ഒരു അവസ്ഥക്ക് ഞാൻ സഹായിച്ചിന് കുറച്ച്. അങ്ങനെ അമ്മ ഈ നിലയിൽ നന്നായത് ഇപ്പോൾ. അപ്പോൾ എന്നെ അറിയില്ല എന്നാണ് പറഞ്ഞു. ഞാൻ പോയേക്കാം. ഓ അതാണ്. ഏട്ടൻ അതിന് വിഷമിക്കണ്ട കേട്ടാ. നിങ്ങൾ സഹായിച്ചിട്ട് അമ്മ നല്ല നിലയിലായി. അതിനുശേഷം അമ്മക്കൊരു ആക്സിഡൻറ്റ് പറ്റി, ഓർമ്മയ്ക്ക് ചെറിയ തകരാറ് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഏട്ടനെ മനസ്സിലാവാണ്ട് നിന്നിട്ടുണ്ടാവല്. അത് ഞാൻ വല്ലാതെ തെറ്റിദ്ധരിച്ചു പോയി. ഞാനിപ്പോൾ അതൊന്നും അറിയില്ലല്ലോ. ഇപ്പോൾ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടെല്ലാം പറ്റിയിട്ടുണ്ട്. ആ നിലയിൽ അമ്മേനെ കണ്ടിട്ട് ഒരു സന്തോഷമായിട്ടാണ് ഞാൻ വരുന്നത്. ഇന്ന് വല്ല സഹായിക്കാൻ പറ്റുമോ എന്ന് നോക്കിയിട്ടാണ് ഞാൻ വരുന്നത്. അത് അറിയാൻ വേണ്ടിയിട്ടാണ് അമ്മയെ കണ്ടത്. അല്ല, ഇപ്പം നിങ്ങൾ ഇയാളോടൊന്നും സംസാരിക്കുന്നതായിട്ട്? അത് അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിട്ടേ, ഈ പിന്നെ അമ്മ ഒരു കടത്തിലെല്ലാം ഉണ്ടായിട്ടേ, അത് ഈ ഏട്ടനാണോലും അതിൻ്റെ കടലെല്ലാം അടക്കാൻ നമ്മൾ സ്ഥിതിയന്തരം ഭയങ്കര വിഷമല്ലേ. കട അടക്കാൻ ഈ ഏട്ടൻ്റെ സ്വത്ത് വിറ്റിട്ടാണോലും അമ്മേനെ സഹായിച്ചിന്. അപ്പോൾ അങ്ങനെ സഹായിച്ച അവരെ നമ്മൾ തിരിച്ച് സഹായിക്കണ്ടേ? തീർച്ചയായിട്ടും. ഇപ്പം അല്ല, ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർ ആരാ ഇല്ലേ? വളരെ ദുർലഭമാണ് ഇങ്ങനെ ഹൃദയമുള്ളവർ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അയാളെ സഹായിക്കണം. അതെ, നമുക്ക് എന്തായാലും സഹായിക്കണം. പക്ഷേ ഈ കാര്യങ്ങളൊന്നും നമ്മളറിയില്ല സഹോദരൻ. പക്ഷെ ഇപ്പം ഞാൻ കണ്ടതുകൊണ്ട് നന്നായി. ഇങ്ങനെ ഒരാൾ ചെയ്തു എന്നും ആ ആക്സിഡൻറ്റിന് മുന്നേ എൻ്റെ കൂടെ ഇങ്ങനെ പറഞ്ഞു. പക്ഷേ ഇന്നാളാണെന്നും നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ നിങ്ങൾക്ക് എന്ത് സഹായം വേണമെന്നും ഞാൻ ചെയ്തു. വളരെയധികം നന്ദിയുണ്ട്. ആ പറഞ്ഞത് തന്നെ സന്തോഷമായി. ഇപ്പം ഇങ്ങനത്തെ നന്ദിയില്ല ആളുണ്ട് എന്നില്ല ഒരു സമാധാനം.